ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1125 ദിവസം. ഇന്ന് ദനഹ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ഫിലിപ്പോസും നഥാനിയേലും യേശുതമ്പുരാനെ അനുഗമിക്കുന്നതാണ് ഇന്നത്തെ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേശുതമ്പുരാൻ ഗലീലായിലേക്ക് പുറപ്പെടുവാനായിട്ട് ഭാവിക്കുമ്പോൾ യേശുതമ്പുരാൻ ഫിലിപ്പോസിനെ കാണുകയാണ്. യേശുതമ്പുരാൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക എന്ന്. വലിയ വാഗ്ദാനങ്ങളൊന്നും യേശുതമ്പുരാൻ ഫിലിപ്പോസിന് കൊടുക്കുന്നില്ല. വളരെ ലളിതമായ ഒരു ക്ഷണം, 2 വാക്ക്, എന്നെ അനുഗമിക്കുക എന്ന്. പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ എന്നെയും നിന്നെയും ഒക്കെ കാണുന്നുണ്ട്, നമ്മളെ ക്ഷണിക്കുന്നുമുണ്ട്. ദൈവത്തിന്റെ ക്ഷണം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? കേട്ടവർക്ക് ആ ക്ഷണത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഫിലിപ്പോസ് ആ ക്ഷണം സ്വീകരിച്ച് യേശുതമ്പുരാനെ അനുഗമിക്കുവാനായിട്ട് തയ്യാറായി എങ്കിൽ, പ്രിയമുള്ളവരെ, യേശുതമ്പുരാൻ എന്നെയും നിന്നെയും ഒക്കെ ക്ഷണിക്കുമ്പോൾ യേശുവിന്റെ പിന്നാലെ പോകുവാൻ കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. നഥാനിയേലിന് ലഭിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു ക്ഷണം തന്നെയാണ്. നഥാനിയേലിന് വലിയ വാഗ്ദാനങ്ങളൊന്നും ലഭിക്കുന്നില്ല. നഥാനിയേലിനോട് ഫിലിപ്പോസ് പറയുകയാണ്, വന്ന് കാൺമീൻ എന്ന്. യേശുതമ്പുരാനെ വന്ന് കാണുവാനാണ് ഫിലിപ്പോസ് നഥാനിയേലിനോട് ആവശ്യപ്പെടുന്നത്. പ്രിയമുള്ളവരെ, യേശുവിനെ കണ്ടവൻ യേശുവിനെ അറിഞ്ഞു. യേശുവിനെ പിന്തുടരുവാൻ തക്കവണ്ണമുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. നമ്മൾ യേശുതമ്പുരാനെ കണ്ടുവോ? യേശുതമ്പുരാനെ അറിയുവാനായിട്ട് പരിശ്രമിച്ചുവോ? യേശുതമ്പുരാന്റെ പിന്നാലെ പോകുവാനുള്ള തീരുമാനം എടുത്തുവോ? അതേ പ്രിയമുള്ളവരെ, നമുക്കും യേശുവിന്റെ പിന്നാലെ പോകുവാനായിട്ട് സാധിക്കണം. യേശുവിനെ അറിയുവാനും യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനുള്ള കൃപകൾ ദൈവം തമ്പുരാൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.